വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല കുട്ടികൾക്ക് മധുരം നൽകി തിരിതെളിയിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോളിഡേ ഹോമിന് സമീപം കുമളിയിലാണ് MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റീസ് സെന്റർ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഓരോ ചുവടിലും ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റീസ് സെന്റർ, കുമളി. 93% വിജയം കൈവരിച്ച വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ +1 പ്രവേശനം ലഭിച്ചത് 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. ഇതുകൊണ്ട് തന്നെ അടുത്ത വർഷം 100% വിജയം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ് തുടങ്ങുന്ന ആദ്യ ദിനം മുതൽ തന്നെ നടത്തണമെന്നുള്ളതിനാലാണ് 10ാം ക്ലാസ്സിനു ശേഷം ജീവിതത്തിന്റെ അടുത്ത പടിയിലേക്ക് എത്തുന്ന +1 വിദ്യാർത്ഥികളെ മധുരം നൽകി സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ ബാച്ചുകളിലായി 150ഓളം കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചത്. ഇവർക്കായി സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് അധ്യക്ഷയായിരുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷൻ മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മണിമേഖല തിരിതെളിയിച്ച് കുട്ടികൾക്ക് മധുരം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S. ജർമലിൻ സ്വാഗതം ആശംസിക്കുകയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R. സെൽവത്തായി, PTA പ്രസിഡന്റ് R. രാമരാജ്, MPTA പ്രസിഡന്റ് സുസി യേശുദാസ്, മോട്ടിവേഷൻ സ്പീക്കർ ഷമീർ, പഞ്ചായത്ത് ഹൈസ്കൂൾ HM ഇൻചാർജ് ഡെയ്സി റാണി തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ അധ്യയന വർഷം +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 30ഓളം വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ അധ്യാപകർ ഓരോ വിഷയത്തിലും മികച്ച വിജയം നേടിയ കുട്ടികൾക്കും സമ്മാനം നൽകി. കുട്ടികളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട 2 വർഷമാണ് ഇനിയുള്ളത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പ്രത്യേകമായി കുട്ടികളെ ശ്രദ്ധിക്കണമെന്നും യോഗത്തിൽ അധ്യാപകരും വിശിഷ്ട അതിഥികളും പറഞ്ഞു. അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അവരവരുടെ മാതാപിതാക്കളും പരിപാടിയിൽ പങ്കാളികളാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.